ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോസ് അക്കാദമി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേറ്ററ്റ് പാർട്ട് 2 ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കേറ്ററ്റ് എക്സാം അടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ടോസ് അക്കാദമിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ പ്രീവിയസ് ആയിട്ട് ഇട്ടിട്ടുള്ള കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതുപോലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. തോമസ് ഈസ് യൂസ്ഡ് ടു ഡാഷ് അറ്റ് നൈറ്റ്. തോമസ് ഈസ് യൂസ്ഡ് ടു ഡാഷ് അറ്റ് നൈറ്റ്. ഓപ്ഷനിൽ വർക്ക് ഉണ്ട്, വർക്കിംഗ് ഉണ്ട്, ഹാവ് വർക്ക്ഡ് ഉണ്ട്, വർക്ക്ഡ് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഉത്തരവായിട്ട് വരിക? നമുക്ക് വർക്ക് എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാര്യമായിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഉത്തരം എന്താണ്? വർക്കല്ല, വർക്കിംഗ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് വർക്കിംഗ് ഇവിടെ ഉത്തരമായിട്ട് വരിക? വർക്കിംഗ് ഇവിടെ ഉത്തരമായിട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് ബി ഫാമിലിയിലുള്ള ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണ്? ഈസ്, ആം, ആറ്, വാസ്, വേർ. ഇതൊക്കെയാണ് നമ്മുടെ ബി ഫാമിലിയിലുള്ള ഓക്സിലറി വെർബുകൾ. അപ്പോൾ ഇവിടെ ഈ കാര്യം ഓർത്തിരിക്കുക. ബി പ്ലസ് യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ വെർബിന്റെ ING ഫോം ഉപയോഗിച്ച് വേണം ഉത്തരം എഴുതാനായിട്ട്. ബി പ്ലസ് യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ വെർബിന്റെ ING ഫോം എഴുതുക. ഇനി വെറുതെ യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാലോ? വെറുതെ യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ വെർബിന്റെ V1 ഫോം ഉപയോഗിച്ചും എഴുതുക. അപ്പം ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഹി യൂസ്ഡ് ടു ഡാഷ് ഹിയർ. അപ്പോൾ ഇവിടെ വർക്ക്, വർക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? വർക്ക്, വർക്കിംഗ്, ഹാവ് വർക്ക്ഡ്, വർക്ക്ഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? യൂസ് ടു വർക്ക് ഹിയർ എന്നായിരിക്കും ഇവിടെ ഉത്തരം വരിക. അതിന് കാരണം എന്താണ്? ഈ യൂസ്ഡ് ടുവിന് മുൻപിൽ എന്തെങ്കിലും ബി ഫാമിലിയിലുള്ള ഓക്സിലറി വെർബുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ സാമാർ, വാസ്, വേർ ഒന്നും വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ വർക്ക് എന്ന് പറയുന്ന ആ ഒരു യൂസേജ് ഉപയോഗിക്കുന്നു. ഇനി അടുത്ത കേസ് നോക്കുക. അടുത്ത കേസിൽ എന്താണ് വന്നിരിക്കുന്നത്? I am a teacher. I am a teacher. So I am used to dash in public എന്ന് പറയുന്ന ഒരു യൂസേജ് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സ്പീക്കിംഗ് ഉണ്ട്, സ്പീക്സ് ഉണ്ട്, സ്പീക്ഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉത്തരം എന്തായിരിക്കും വരിക? ഐ എം എ ടീച്ചർ, സോ ഐ ആം യൂസ്ഡ് ടു. അപ്പോൾ ഇവിടെ ബി ഫാമിലിയുള്ള ഓക്സിലറി വെർബ് വന്നിട്ടുണ്ട് അല്ലേ? ആം എന്ന് പറയുന്ന യൂസ് ചെയ്തിട്ടുണ്ട്. ആം പ്ലസ് യൂസ്ഡ് ടു ആണ് വന്നിരിക്കുന്നത്. അപ്പം ബി പ്ലസ് യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ വെർബിന്റെ ING ഫോം ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് ഇവിടെ ഉത്തരം? സ്പീക്കിംഗ്. ഐ എം യൂസ്ഡ് ടു സ്പീക്കിംഗ് ഇൻ പബ്ലിക് എന്നായിരിക്കും ഉത്തരം വരിക. ഇവിടെയും അത് തന്നെയല്ലേ കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. തോമസ് ഈസ് യൂസ്ഡ് ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി ഫാമിലിയിലുള്ള ഓക്സിലറി വെർബായ ഈസ് ഉപയോഗിച്ചിരിക്കുന്നു, അതിനുശേഷം യൂസ് ടു ഉപയോഗിച്ചിരിക്കുന്നു. അപ്പം ഇത്തരം കേസുകളിൽ നമ്മൾ വെർബിന്റെ ING ഫോം ഉപയോഗിക്കുക. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ബി പ്ലസ് യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ വെർബിന്റെ ING ഫോം ഉപയോഗിക്കുക. യൂസ്ഡ് ടു ഡയറക്റ്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനുശേഷം വെർബിന്റെ ഒന്നാമത്തെ ഫോമും ഉപയോഗിച്ച് ഉത്തരം എഴുതുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എ ഡാഷ് ഹെർ ഫോർ എ ലോങ് ടൈം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷനിൽ ന്യൂ, നോ, ഹാവ് നോൺ, ഷാൾ നോ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഉത്തരം വരിക? ലോങ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് കുറെ നാളായിട്ട് അവളെ അറിയാം എന്നുള്ള ആ ഒരു അർത്ഥം വരാനാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ലോങ് ടൈം, ഹാവ് എ ലോങ് ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ ഹർ എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു എഫക്റ്റ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത്തരം എഫക്റ്റ് നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തുപയോഗിക്കണം? ഹാവ് പ്ലസ് V3 ഫോം ഉപയോഗിച്ച് വേണം ഉത്തരം എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഉത്തരമായിട്ട് വരിക? ഹാവ് നോൺ ആയിരിക്കും ഉത്തരമായിട്ട് വരിക. ഐ ഹാവ് നോൺ ഹർ ഫോർ എ ലോങ് ടൈം എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഓർത്തിരിക്കുക, ഇത്തരം കാര്യങ്ങൾ എഫക്റ്റ്, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ എഫക്റ്റ്, ഇപ്പം ഐ ഹാവ് നോൺ ഹർ ഫോർ എ ലോങ് ടൈം, എനിക്ക് കുറെ കാലമായിട്ട് അവളെ അറിയാമെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഹാവ് പ്ലസ് V3 ഫോം ഉപയോഗിച്ച് ആൻസർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ രീതിക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, മൈ മദർ ഹാസ് ഡാഷ് ഇൻ ബെഡ് ഓൾ മോർണിംഗ്.
മൈ മദർ ഹാസ് ബീൻ ഡാഷ് ഇൻ ബെഡ് ഓൾ മോർണിംഗ് എന്നുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷനിലായിട്ട് ഇതിന്റെ എല്ലാ പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ സെയിം ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ലൈങ്, ലേയിങ്, ലൈങ്, ലേയിങ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലൈ എന്ന് പറയുമ്പോൾ കള്ളം പറയുക എന്നുള്ള അർത്ഥമാണ്. ലേ എന്ന് പറയുമ്പോൾ ഇടുക എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ് വരുന്നത്. അതുപോലെ ലൈ, ലൈഡ്, ലൈഡ്. അപ്പോൾ ഇത് എന്താണ്? കള്ളം പറയുക എന്നുള്ളതിന്റെ V2 V3 ഫോമുകളാണ്. ലൈ, ലൈഡ്, ലൈഡ്. ഇനി വേറൊരു ലൈൻ കൂടെ ഉണ്ട്. കിടക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയും ലൈ, ലേ, ലൈൻ. അതിന്റെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ലൈ, കിടക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ലൈ ഉപയോഗിക്കുമ്പോൾ അതിന്റെ V2 ഫോം എന്ന് പറയുന്നത് ലേ ആണ്. അതിന്റെ V3 ഫോം എന്ന് പറയുന്നത് ലൈൻ ആണ്, LAIN. അപ്പോൾ ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. പക്ഷെ ഇവിടെ എന്തായിരിക്കും ഉത്തരം വരിക? മൈ മദർ ഹാസ് ബീൻ ഡാഷ് ഇൻ ബെഡ് ഓൾ മോർണിംഗ്. ലൈയിങ് ഇൻ ബെഡ് ഓൾ മോർണിംഗ് എന്നായിരിക്കും വരിക കേട്ടോ. LYING ആണ് വരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരാം. LYING ആണ് കിടക്കുക എന്നുള്ള അർത്ഥത്തിൽ, കിടക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ ഒരു കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പറയുമ്പോൾ LYING എന്ന് പറയുന്ന ആ ഒരു യൂസേജ് ആണ് ഉപയോഗിക്കുക. ഇനി അതുപോലെ ലേ എന്ന് പറയുമ്പോൾ ഇടുക എന്നുള്ള അർത്ഥത്തിൽ വരുന്നതിന്റെ V2 ഫോം എന്താണ്? ലേഡ് ആണ്. അതുപോലെ V3 ഫോമും ലേഡ് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ 3 കേസുകളുടെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ലൈ എന്ന് പറയുന്നത് ലൈ, ലൈഡ്, ലൈഡ് എന്ന് പറയുമ്പോൾ കള്ളം പറയുക എന്നുള്ള അർത്ഥത്തിൽ. ലേ, ലേഡ്, ലേഡ് എന്ന് പറയുന്നത് വെക്കുക അല്ലെങ്കിൽ ഇടുക എന്നുള്ള അർത്ഥത്തിൽ. ഇനി ലൈ, ലേ, ലൈൻ എന്ന് പറയുമ്പോൾ കിടക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഈ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ ഉത്തരം ലൈയിങ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് കോൺകോഡ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കൺസെപ്റ്റ് ആണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സെവറിസ്റ്റ് ക്രിട്ടിക് ഡാഷ് മൈ മദർ എന്ന് പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓപ്ഷൻ ആയിട്ട് ഹാസ്, വേർ, ആർ, ഈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ഉത്തരം വരിക? മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സെവറിസ്റ്റ് ക്രിട്ടിക് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാളെയാണ് ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് മൈ സെവറിസ്റ്റ് ക്രിട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ടാളാവും. ഇപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ, മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ എന്ന് പറയാമെന്ന് വെച്ചു. മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ അത് രണ്ടാളാണ്. പക്ഷെ ഇവിടെ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സെവറിസ്റ്റ് ക്രിട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ രണ്ടാമത് മൈ എന്ന് പറയുന്ന ഒരു യൂസേജ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരാളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരാളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ സിംഗുലർ ഓക്സിലറി വെർബ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് പ്ലൂറൽ ആയിട്ടുള്ള വേറും ആറും കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഹാസിന്റെ യൂസേജ് ഇവിടെ വരില്ല. പിന്നെ അപ്പോൾ ഉത്തരവായിട്ട് വരാനുള്ളത് ഈസാണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സെവറിസ്റ്റ് ക്രിട്ടിക് ഡാഷ് മൈ മദർ. ഓക്കെ, ഇനി അതുപോലെ ദ പോയറ്റ് ആൻഡ് ക്രിട്ടിക്. പോയറ്റ് ആൻഡ് ക്രിട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരാളാണോ രണ്ടാളാണോ? ദ പോയറ്റ് ആൻഡ് ക്രിട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളാണ്. അപ്പോൾ ഇത്തരം കേസിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? സിംഗുലർ ഓക്സിലറി വെർബ് വേണം ഉപയോഗിക്കാൻ. ഇനി ദ പോയറ്റ് ആൻഡ് ദ ക്രിട്ടിക് എന്നാണെങ്കിലോ, ദ പോയറ്റ് ആൻഡ് ദ ക്രിട്ടിക് എന്നാണെങ്കിലോ ഇത് രണ്ടുപേരാണ്. ഇതാ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ലേ? ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ പ്ലൂറൽ വെർബ് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഈ വ്യത്യാസം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ മൈ ആണെങ്കിലും ദ ആണെങ്കിലും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ, രണ്ടിടത്തും വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടുപേരെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഒരിടത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരാളെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ പിന്നെ നമുക്ക് കോൺകോഡുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ്? ബ്രെഡ് ആൻഡ് ബട്ടർ, ഏജ് ആൻഡ് എക്സ്പീരിയൻസ്, ഹോഴ്സ് ആൻഡ് ക്യാരേജ്, ഇതൊക്കെ നമ്മൾ സിംഗുലർ മീനിങ്ങിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏജ് ആൻഡ് എക്സ്പീരിയൻസ്, ഏജ് ആൻഡ് എക്സ്പീരിയൻസ്, ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ഡാഷ് വിസ്ഡം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം വരികയാണ്. അപ്പോൾ ഓപ്ഷനിൽ എന്താണ്? ബ്രിങ്സ്, ബ്രിങ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഉത്തരവായിട്ട് എന്തായിരിക്കും വരിക? ബ്രിങ്സ് ആയിരിക്കും വരിക. കാരണം ഏജ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അതിനെ ഒരു സിംഗുലർ ടൈം ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ വെർബിന്റെ ഫസ്റ്റ് ഫോം ബ്രിങ്സ് എന്ന് പറയുന്ന ആ ഒരു യൂസേജ് ആയിരിക്കും ഉപയോഗിക്കുക. ബ്രിങ്സ് എന്ന് പറയുന്ന ഫോം ആയിരിക്കും ഉപയോഗിക്കുക, സിംഗുലർ ഫോം കേട്ടോ. ഡസ് പ്ലസ് ബ്രിങ് ആണ് എന്ത്? ബ്രിങ്സ് എന്ന് പറഞ്ഞ് വരുന്നത് അല്ലെ. അപ്പോൾ ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ബ്രിങ്സ് വിസ്ഡം എന്നായിരിക്കും പറയുക. ബ്രിങ് വിസ്ഡം എന്ന് ഒരിക്കലും പറയില്ല. അപ്പൊ അങ്ങനത്തെ കുറെ ടേമുകളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രെഡ് ആൻഡ് ബട്ടർ, ഹോഴ്സ് ആൻഡ് ക്യാരേജ്, ബ്രെഡ് ആൻഡ് ജാം, ടൈം ആൻഡ് ടൈഡ്, ഇതൊക്കെ സിംഗുലർ സെൻസിൽ തന്നെ നമ്മൾ എടുക്കുക. ഓക്കെ, ഇനി അടുത്ത് മെനി എ മാൻ ഡാഷ് ടെംപ്റ്റഡ് ബൈ ഗോൾഡ്. മെനി എ മാൻ ഡാഷ് ടെംപ്റ്റഡ് ബൈ ഗോൾഡ്. ഇത് പല പ്രാവശ്യം BSc റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മെനി എ മാനിന് ശേഷം എപ്പോഴും നമ്മൾ സിംഗുലർ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് കേട്ടോ. മെനിയയ്ക്ക് ശേഷം നമ്മൾ എപ്പോഴും സിംഗുലർ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്.
മെനി എ മാൻ ഈസ് ടെംപ്റ്റഡ് ബൈ ഗോൾഡ് എന്നായിരിക്കും ഉത്തരം വരിക. ഇനി അല്ലെങ്കിൽ വേറൊരു ചോദ്യം പറയുകയാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. മെനി എ പൊളിറ്റീഷ്യൻ ഡാഷ് promised to make changes. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും വരിക? അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. എന്തായിരിക്കും ഉത്തരം വരിക? മെനി എ പൊളിറ്റീഷ്യൻ ഡാഷ് പ്രോമിസ്ഡ് ടു മേക്ക് ചേഞ്ചസ്. അപ്പോൾ ഇവിടെ എന്താണ്? മെനിയയ്ക്ക് ശേഷം സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ പറഞ്ഞു. എന്തായിരിക്കും വരിക? മെനി എ പൊളിറ്റീഷ്യൻ ഹാസ് പ്രോമിസ്ഡ് ടു മേക്ക് ചേഞ്ചസ് എന്നായിരിക്കും ഉത്തരം വരിക. അപ്പോൾ ഓർത്തിരിക്കുക, മെനിയയ്ക്ക് ശേഷം അല്ലെ, മെനിയയ്ക്ക് ശേഷം എങ്ങനെയായിരിക്കും? സിംഗുലർ നൗണും സിംഗുലർ വെർബും ആയിരിക്കും വരിക. മെനിയയ്ക്ക് ശേഷം സിംഗുലർ നൗണും. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ മെനി എ പൊളിറ്റീഷ്യൻസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പൊളിറ്റീഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മെനി എ മാൻ എന്നല്ല മെൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മെനി എ മാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പറയുക, മെനി എ ഡാഷ് ഈസ് ടെംപ്റ്റഡ് ബൈ ഗോൾഡ് എന്ന് പറയും. എന്നിട്ട് ഓപ്ഷനിൽ മെൻ ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, മെനിയയ്ക്ക് ശേഷം എപ്പോഴും എങ്ങനെയാണ്? സിംഗുലർ നൗണും നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നാമമാണ് അല്ലെ. സിംഗുലർ നൗണും സിംഗുലർ വെർബുമായിരിക്കും വരുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു യൂസേജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന ഒരു ഇതിന്റെ യൂസേജ് ആണ്. ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോമേ ഉപയോഗിക്കാറുള്ളൂ. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളതാണ്. ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം വേണം നമ്മൾ ഉപയോഗിക്കാൻ. ING ഫോം ഒന്നും ഉപയോഗിച്ച് കളയരുത്. അതുപോലെ 2+V1 ഫോം ഒന്നും ഉപയോഗിച്ച് കളയരുത്. ഇതൊന്നും ഓപ്ഷനിലുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ വിട്ട് കളഞ്ഞുകൊള്ളുക. ഓപ്ഷനിൽ ഇതൊക്കെ കാണും നമ്മളെ ഡൗട്ട് അടുപ്പിക്കാനായിട്ട്. 2+V1 ഉപയോഗിക്കരുത്, നോട്ട് ഉപയോഗിക്കരുത്, അതുപോലെ ING ഫോമുകളൊന്നും ഹാഡ് ബെറ്ററിന് ശേഷം ഉപയോഗിക്കരുത്. എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഉത്തരം? യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിയർ സ്റ്റേയിങ്, ടു സ്റ്റേ, സ്റ്റേഡ്, സ്റ്റേ. ഉത്തരം എന്താണ്? സ്റ്റേ ആയിരിക്കും അല്ലെ. അപ്പോൾ ഓർത്തിരിക്കുക, ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും എന്തുപയോഗിക്കാം? ഹാഡ് ബെറ്ററിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം തന്നെ എപ്പോഴും ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ചില കേസുകളിൽ നമ്മൾ ING ഫോമുകൾ ഉപയോഗിക്കുന്ന കേസുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുകയില്ല, നമുക്ക് കൺഫ്യൂഷൻ വരികയും ചെയ്യും, തെറ്റിക്കുകയും ചെയ്യും. അതിന് ചില എക്സാമ്പിൾ ആണ്. ലുക്ക് ഫോർവേഡ് ടു, ഗെറ്റ് യൂസ്ഡ് ടു, അക്കസ്റ്റംഡ് ടു. ഇതിനൊക്കെ ശേഷം സാധാരണ നമ്മൾ ടു ഫോമിന് ശേഷം അല്ലെ, ടു എന്ന് പറയുന്ന ആ ഒരു ഫോമിന് ശേഷം നമ്മൾ എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ലുക്ക് ഫോർവേഡ് ടു, ഗെറ്റ് യൂസ്ഡ് ടു, അക്കസ്റ്റംഡ് ടു ഇതിനൊക്കെ ശേഷം നമ്മൾ എപ്പോഴും വെർബിന്റെ ING ഫോമേ ഉപയോഗിക്കുള്ളൂ. ഇതിപ്പോൾ തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ലുക്ക് ഫോർവേഡ് ടു, ഗെറ്റ് യൂസ്ഡ് ടു, അക്കസ്റ്റംഡ് ടു ഇതിനൊക്കെ ശേഷം നമ്മൾ വെർബിന്റെ ING ഫോം ആയിരിക്കും എപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിക്കുക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ്? ലുക്ക് ഫോർവേഡ് ടു, ഗെറ്റ് യൂസ്ഡ് ടു, അക്കസ്റ്റംഡ് ടു ഇതിനൊക്കെ ശേഷം നമ്മൾ വെർബിന്റെ ING ഫോം ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഹാവിങ് എന്ന് പറയുന്ന ഒരു യൂസേജിൽ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസുകളിൽ വരുന്ന ചില കേസുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഹാവിങ് ഡാഷ് ഇൻ ലണ്ടൻ, ഐ നോ ദ ക്ലൈമറ്റ് വെരി വെൽ. അപ്പോൾ ഓപ്ഷനായിട്ട് ലീവ്, ടു ലീവ്, ലീവ്ഡ്, ലീവിങ് എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും ഇവിടെ ഉത്തരം വരിക? ഹാവിങ്ങിന് ശേഷം നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഹാവിങ്ങിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം ആയിരിക്കും എപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഹാവിങ്ങിന് ശേഷം തൊട്ടടുത്ത് വരുന്നത് ഇപ്പോഴും വെർബിന്റെ മൂന്നാമത്തെ ഫോം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ലീവ് ഉണ്ട്, ടു ലീവ് ഉണ്ട്, ലീവ്ഡ് ഉണ്ട്, ലീവിംഗ് ഉണ്ട്. ലീവിന്റെ V3 ഫോം എന്താണ്? ലീവ്, ലീവ്ഡ്, ലീവ്ഡ് എന്നുള്ളതാണ് ആ ഫോം അല്ല. അപ്പോൾ V3 ഫോം എന്ന് പറയുന്നത് ലീവ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ലീവ്ഡ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഞങ്ങൾക്ക് തരാം. having dash food, we went out. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരിക്കും ഉത്തരം ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ നമ്മൾ കൊടുക്കുവാണ് ഈറ്റ്, ate, eaten, eating എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എന്തായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരിക? ഈറ്റ്, ate, eaten, eating ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇവിടെ ഹാവിങ്ങിന് ശേഷം എപ്പോഴും V3 ഫോമല്ല ഉപയോഗിക്കണ്ടേ. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? ഈറ്റൻ എന്നുള്ള ഫോം ആയിരിക്കും വരിക. ഈറ്റിന്റെ V1, V2, V3 ഫോമുകൾ എങ്ങനെയാണ് വരുന്നത്? ഈറ്റ്, ate, ഈറ്റൺ
എന്നുള്ളതാണ് V1 V3 V1 V2 V3 ഫോമുകൾ വരുന്നത് അല്ലേ. അപ്പോൾ ഓർത്തിരിക്കുക ഹാവിങ്ങിന് ശേഷം എപ്പോഴും വെർബിന്റെ V3 ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹാവിങ് eaten food we went out അല്ലെങ്കിൽ having eaten food we went to the park. having lived in London I know the climate very well. ഓർത്തിരിക്കുക ഹാവിങ്ങിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അടുത്ത the story is about a girl who sacrificed her life for her friend. ഇതാണ് ചോദ്യം. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരിക? ഇത് നമ്മൾ റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്കാണ് വരിക. ഹൂ, ഹൂം, ഹൂസ്, വാട്ട്, വിച്ച്, ദാറ്റ് ഇതൊക്കെയാണ് നമ്മുടെ റിലേറ്റീവ് പ്രോനൗണുകളായിട്ട് പ്രധാനമായിട്ടും വരിക. ഹൂ, ഹൂം, വിച്ച്, ദാറ്റ് ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട റിലേറ്റീവ് പ്രോനൗണുകൾ. അപ്പോൾ ഇവിടെ അതിന്റെ ഒരു യൂസേജ് ആണ് വന്നിരിക്കുന്നത്. സ്റ്റോറി ഈസ് അബൌട്ട് എ ഗേൾ ദാറ്റ് സാക്രിഫൈസ്ഡ് ഹെർ ലൈഫ് ഫോർ ഹെർ ഫ്രണ്ട്. അപ്പോൾ ഓപ്ഷനിൽ വാട്ട്, ഹൂ, ഹൂസ്, ഹൂം എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരിക? ഹൂ ആയിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരിക. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഗേൾ ഹൂ സാക്രിഫൈസ്ഡ് ഹെർ ലൈഫ് ഫോർ ഹെർ ഫ്രണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ അതിനുശേഷം നോർമലി ഒരു വെർബ് ആയിരിക്കും വരിക, ഒരു ക്രിയ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ നോക്കുക, ഹൂവിന് ശേഷം സാക്രിഫൈസ്ഡ് എന്ന് പറഞ്ഞുള്ള ഒരു വെർബ് അല്ലേ വന്നിരിക്കുന്നത് അല്ലേ. അപ്പം ഹൂവിന് ശേഷം ഇവിടെ വെർബാണ് വന്നിരിക്കുന്നത്. ഇനി ഹൂസ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനുശേഷം സാധാരണഗതിയിൽ ഒരു നൗൺ ആയിരിക്കും വരിക. ഹൂസിന് ശേഷം സാധാരണ നൗൺ ആയിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറയുകയാണ് ജപ്പാൻ ഈസ് എ കൺട്രി whose citizens are very hardworking. അപ്പോൾ ഇവിടെ ഹൂസിന് ശേഷം എന്താണ് വന്നിരിക്കുന്നത്? സിറ്റിസൺസ് എന്ന് പറയുന്ന നൗൺ അല്ലേ വന്നിരിക്കുന്നത്. ജപ്പാനിലെ ആൾക്കാരെ നമുക്കറിയാം, അവർ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഹൂസിന് ശേഷം എന്താണ് വന്നിരിക്കുന്നത്? സിറ്റിസൺസ് എന്ന് പറയുന്ന ആ ഒരു നൗൺ ആണ് വന്നിരിക്കുന്നത്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാമമാണ്. പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമത്തെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ഒരു പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഹൂസ് സിറ്റിസൺസ്, ഹൂസിന് ശേഷം നമ്മൾ എന്ത് ഉപയോഗിച്ചു? നൗൺ ഉപയോഗിച്ചു അല്ലേ. അപ്പോൾ ആ ഒരു വ്യത്യാസം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇനി അടുത്ത കേസ് എങ്ങനെയായിരിക്കും വരിക? അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന യൂസേജ് എന്ന് പറയുന്നത് ഹൂം. ഹൂമിന്റെ യൂസേജ് സാധാരണ വരുന്നത് ഒന്നെങ്കിൽ പ്രോനൗൺ, മോസ്റ്റ്ലി പ്രോനൗൺ അല്ലെങ്കിൽ നൗൺ. പ്രോനൗണോ നൗണോ വരുന്ന കേസുകളിലാണ് നമ്മൾ ഹൂം എന്ന് പറയുന്ന യൂസേജ് കൂടുതലായിട്ടും ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറയുകയാണ് ദ സ്റ്റുഡൻസ് ഡാഷ് ഐ ടീച്ച്ഡ് ആർ വെരി ഇന്റലിജന്റ്. ഞാൻ പഠിപ്പിച്ച കുട്ടികളെല്ലാം വളരെ ഇന്റലിജന്റ് ആണ്, വളരെ ബുദ്ധിമാന്മാരാണെന്നാണ് പറയുന്നത്. ദ സ്റ്റുഡൻറ് ഡാഷ് ഐ. അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ് അല്ലേ. ഐ എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ്. അപ്പം എനിക്കൊരു പേരുണ്ടാവും, പക്ഷെ ഞാൻ അത് പറയാതെ ഐ എന്ന് പറയുന്ന ഒരു പ്രോനൗൺ പകരമായിട്ട് ഐ എന്ന് പറയുന്ന ആ ഒരു ടേം ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹൂം ഉപയോഗിക്കാം. അപ്പോൾ ഹൂം പ്ലസ് പ്രോനൗൺ ഓർ നൗൺ. നൗൺ വരുന്ന കേസുകളിൽ നമുക്ക് ഹൂം ഉപയോഗിക്കാം, എങ്കിലും കൂടുതലായിട്ട് പ്രോനൗൺ വരുന്ന കേസുകളിലാണ് നമ്മൾ ഹൂമിന്റെ യൂസേജ് വരുന്നത്. അപ്പം ദ സ്റ്റുഡൻറ് ഹൂം ഐ ടീച്ച്ഡ് ആർ വെരി ഇന്റലിജന്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ബാക്കിയായിട്ടുള്ളത്? ഹൂ വെർബിന്റെ കൂടെയാണ്, വെർബിന് മുന്നെയാണ് സാധാരണ ഹൂ ഉപയോഗിക്കുന്ന പറയുന്നു. ഹൂസ് നൗണിന് പുറകിലാണ് സാധാരണ ഉപയോഗിക്കുന്ന പറഞ്ഞു. ഹൂം ഉപയോഗിക്കുന്ന പ്രൊനൗണിനോ നൗണിനോ പുറകിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു യൂസേജ് ആണ് നമുക്ക് മെയിനായിട്ടും ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻ വരുന്ന കേസുകളിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് ഇവിടെ വെർബിന് പുറകിൽ നമുക്ക് സാധാരണഗതിയിൽ ഹൂ ആയിരിക്കും കൂടുതലും ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ പറയുകയാണ്. ഒരു എറർ കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഈസ് ദ എറർ? ഈ സെന്റൻസിൽ എവിടെയാണ് എറർ? അപ്പോൾ നമ്മൾ എറർ കറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എറർ കറക്ഷൻ എന്തോ പുതിയ ടോപ്പിക് ആണെന്നൊക്കെ ചിലർ ഇങ്ങനെ ചിന്തിക്കും. എറർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാമറിൽ സാധാരണ പഠിക്കുന്ന കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ തിരിച്ചൊക്കെ ഇട്ടിട്ട് അതിനകത്തൊരു സംശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ചോദ്യങ്ങളാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് സ്റ്റേജിൽ ആക്റ്റീവ് വോയിസിൽ, പാസീവ് വോയിസിൽ, ടെൻസിലൊക്കെ പഠിച്ച കാര്യങ്ങളെ
ഒന്ന് തെറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിടും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അത്രേ ഉള്ളൂ എറർ കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പഠനമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ബാക്കി ഗ്രാമർ കാര്യങ്ങളൊക്കെ നമുക്ക് അറിവുണ്ടെങ്കിൽ എറർ കറക്ഷനിൽ വരുന്ന കേസുകൾ നമുക്ക് നോർമലായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു സെന്റൻസിനെ 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വിൽ നെവർ റിപ്പീറ്റ് ദ മിസ്റ്റേക്ക്. അപ്പോൾ ഈ സെന്റൻസിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എവിടെയാണ് ആ മിസ്റ്റേക്ക് വന്നേക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വിൽ നെവർ റിപ്പീറ്റ് ദ മിസ്റ്റേക്ക്. ഹി ടോൾഡ് മീ ദാറ്റ് എന്ന് പറയുന്നത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഒരു സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ടോൾഡ് മീ ദാറ്റ് എന്ന് പറയുന്ന ഒരു യൂസേജ് വരണമെങ്കിൽ അത് റിപ്പോർട്ടഡ് സ്പീച്ചിലുള്ള ഒരു സെന്റൻസ് ആയിരിക്കണം അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ വരില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എവിടെയായിരിക്കും ഇവിടെ തെറ്റ് വന്നിരിക്കുന്നത്? ഹി ടോൾഡ് അവിടെ ഒന്നുമില്ല. മീ ദാറ്റ് ഹി വിൽ നെവർ റിപ്പീറ്റ് ദ മിസ്റ്റേക്ക്, ഇവിടെ ഒന്നും നമുക്ക് മിസ്റ്റേക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ എവിടെയാണ് മിസ്റ്റേക്ക്? മീ ദാറ്റ് ഹി വിൽ വിൽ എന്ന് പറയുന്ന യൂസേജ് നമ്മൾ സാധാരണഗതിയിൽ റിപ്പോർട്ട് സ്പീച്ചിൽ ഉപയോഗിക്കില്ല. കാരണം റിപ്പോർട്ട് സ്പീച്ചിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും വില്ല് എന്തായിട്ട് മാറും? റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും വില്ല് വുഡായിട്ട് മാറും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. വില്ല് വുഡായിട്ട് മാറും, ഷാള് ഷുഡായിട്ട് മാറും, ക്യാൻ കുഡായിട്ട് മാറും. അപ്പോൾ ഈ ചേഞ്ചുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സംഭവിക്കും. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സെന്റൻസ് ആണ്. അപ്പോൾ അവിടെ വില്ല് വരാനായിട്ട് പാടില്ല. അപ്പോൾ അവിടെ എന്താണ് വരേണ്ടത്? വുഡാണ് വരേണ്ടത്. അപ്പോൾ സെന്റൻസ് ശരിക്കും എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ഹി ടോൾഡ് മീ ദാറ്റ് ഹി വുഡ് നെവർ റിപ്പീറ്റ് ദ മിസ്റ്റേക്ക്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം ഓർത്തിരിക്കുക അല്ലെ, റിപ്പോർട്ട് സ്പീച്ചിൽ വില്ല് ഷാള് ക്യാന് എന്ന് പറയുന്ന ആ ഒരു യൂസേജ് ഒന്നും വരില്ല. അപ്പോൾ അതിന് പകരം വുഡ് ഷുഡ് കുഡ് എന്നൊക്കെ ആയിരിക്കും റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കൺവേർട്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എറർ പാർട്ട് എന്ന് പറയുന്നത് മീ ദാറ്റ് ഹി വിൽ എന്നുള്ളതാണ് ഇവിടെ എറർ പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? ഹി ടോൾഡ് മീ ദാറ്റ്, അല്ല അതിനെ ഫുൾ ആയിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? ഹി ടോൾഡ് മീ ദാറ്റ് ഹി വുഡ് നെവർ റിപ്പീറ്റ് ദ മിസ്റ്റേക്ക്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാമുകൾക്കൊക്കെ ഷുവർ ആയിട്ടും ഇത് യൂസ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു.